ചില ചരിത്ര സംഭവങ്ങളും അന്യഗ്രഹജീവികളുമായി ബന്ധപ്പെടുത്തി പറയപ്പെടാറുണ്ട്. ഇതിനൊക്കെ കൃത്യമായ ഒരു ഉത്തരം നൽകാൻ ശാസ്ത്രത്തിനും കഴിയാറില്ല. ഇത്തരമൊരു സംഭവമാണ് വോൾപിറ്റിലെ കുട്ടികളെക്കുറിച്ചുള്ളത്. 12ാം നൂറ്റാണ്ടിലെ ഇംഗ്ലണ്ടിലാണ് ഈ കഥ നടക്കുന്നത്. അന്ന് ഇംഗ്ലണ്ട് ഭരിച്ചിരുന്നത് സ്റ്റീഫൻ എന്ന രാജാവായിരുന്നു. അക്കാലത്ത് ഇംഗ്ലണ്ടിലെ സുഫോൾക്ക് പ്രവിശ്യയിൽ സ്ഥിതി ചെയ്ത ഒരു ഗ്രാമമായിരുന്നു വോൾപിറ്റ്. ഗ്രാമത്തിലേക്കു ചെന്നായ്ക്കൾ കടന്നുവരുന്നത് പതിവായിരുന്നു. ഇവയെ പിടിക്കാനായി ഗ്രാമത്തിന്റെ പ്രാന്തങ്ങളിൽ വാരിക്കുഴികൾ ഗ്രാമീണർ കുഴിച്ചു. വോൾഫ് പിറ്റ് എന്നറിയപ്പെട്ട ഈ കുഴികളുടെ പേര് ലോപിച്ചാണ് ഗ്രാമം വോൾപിറ്റ് എന്നറിയപ്പെട്ടത്. ഒരു കുഴിയിൽ വലിയ ശബ്ദം കേട്ട് ഒരു സംഘം ഗ്രാമീണർ അങ്ങോട്ടേക്കു ചെന്നു. ചെന്നായ കുഴിയിൽ വീണെന്നു കരുതി കൈകളിൽ ആയുധങ്ങളും മറ്റു സന്നാഹങ്ങളുമൊക്കെയായാണ് അവർ ചെന്നത്. എന്നാൽ കുഴിയിലേക്ക് നോക്കിയ ഗ്രാമീണർ അത്ഭുതപ്പെട്ടു. അവിടെ 2 കുട്ടികൾ, ഒരു പെൺകുട്ടിയും അവളേക്കാൾ പ്രായം കുറഞ്ഞ ഒരാൺകുട്ടിയും. അവരുടെ ശരീരത്തിന്റെ നിറം പച്ചയായിരുന്നു. ഇംഗ്ലീഷ് അല്ലാത്ത ഏതോ ഭാഷ അവർ സംസാരിച്ചുകൊണ്ടിരുന്നു. ഗ്രാമീണർ ഇരുവരെയും പിടിച്ചു കുഴിക്കു പുറത്തു കയറ്റി. പിന്നീട് ഇവർ വോൾപിറ്റിന്റെ ഭാഗമായെന്ന് അക്കാലത്തു ജീവിച്ചിരുന്ന റാൽഫ് എന്ന ചരിത്രകാരൻ പറയുന്നു. സർ റിച്ചർഡ് ഡി കാനെ എന്നു പേരുള്ള വോൾപിറ്റിലെ ഒരു പ്രമാണിയുടെ വീട്ടിലേക്കാണ് കുട്ടിയെ ഗ്രാമീണർ കൊണ്ടുപോയത്. കുട്ടികളെ കണ്ട് അത്ഭുതപ്പെട്ട റിച്ചർഡ് അവർക്കു കഴിക്കാനായി ഭക്ഷണം നൽകി. എന്നാൽ ഭക്ഷണം കുട്ടികൾ സ്വീകരിച്ചില്ല. പല വിഭവങ്ങൾ മാറ്റി മാറ്റി പരീക്ഷിച്ചു കുട്ടികൾക്ക് വീണ്ടും വീണ്ടും ഭക്ഷണം നൽകിയെങ്കിലും അവർ നിരസിക്കൽ തുടർന്നു. ഇങ്ങനെ ദിവസങ്ങളോളം അവർ പട്ടിണി കിടന്നു. എന്നാൽ ഒരു ദിവസം റിച്ചർഡിന്റെ വീടിനു പുറത്തിറങ്ങിയ കുട്ടികൾ ഒരു പെയർച്ചെടിയിൽ പെയർ വിളഞ്ഞു കിടക്കുന്നതു കണ്ട് ആർത്തിയോടെ അതിനു സമീപത്തേക്ക് ഓടിയെടുക്കുകയും ആ പെയർ പച്ചയ്ക്കു ഭക്ഷിക്കുകയും ചെയ്തു. തുടർന്ന് കുറെ വർഷങ്ങൾ കുട്ടികൾ റിച്ചർഡിന്റെ മാളികയിൽ താമസിച്ചു. ഇതിനിടെ സാധാരണ ഭക്ഷണം കഴിക്കാൻ റിച്ചർഡ് അവരെ പരിശീലിപ്പിച്ചു. സാധാരണ ഭക്ഷണരീതിയായതോടെ കുട്ടികളുടെ ശരീരത്തിന്റെ പച്ചനിറം പോവുകയും സാദാനിറം കൈവരുകയും ചെയ്തു എന്ന് പറയപ്പെടുന്നു. തുടർന്ന് ഇരുവരും ഇംഗ്ലീഷ് വ്യക്തമായി സംസാരിക്കാൻ പഠിച്ചു. തങ്ങളുടെ നാടിനെക്കുറിച്ച് സംസാരിക്കാൻ കുട്ടികൾ തയ്യാറായി. സൂര്യരശ്മികൾ അധികം പതിക്കാത്ത നാടാണ് തങ്ങളുടേതെന്ന് കുട്ടികൾ പറഞ്ഞു. എപ്പോഴും ഒരു സന്ധ്യ മയങ്ങിയ പ്രതീതിയാണ് അവിടെ. ഒരു നദിക്കുപുറമാണ് നാട്, അപ്പുറം മറ്റേതോ രാജ്യം. ചരിത്രമാണോ കെട്ടുകഥയാണോ എന്ന് ഇന്നും തർക്കം നടക്കുന്ന സംഭവമാണ് വോൾപിറ്റിലേത്. അക്കാലത്തെ പ്രശസ്തർ ഇതേപ്പറ്റി എഴുതിയതിനാൽ സംഭവം കെട്ടുകഥയല്ലെന്ന് ചിലർ വാദിക്കുന്നു. കുട്ടികൾ അന്യഗ്രഹജീവികളാണെന്നും അതല്ല ഏതോ ഭൂഗർഭ രാജ്യത്തു നിന്നു വന്നതാണെന്നുമൊക്കെ അഭ്യൂഹങ്ങളുണ്ട്. എന്നാൽ വിഷയത്തിൽ പഠനം നടത്തുന്ന വിദഗ്ധർ ഈ വാദങ്ങൾ തള്ളി മറ്റു ചില വാദങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നു. അക്കാലത്ത് ഇംഗ്ലണ്ടിലേക്ക് അനവധി ഫ്ലെമിഷ് അഭയാർത്ഥികൾ വന്നിരുന്നു. ഇന്നത്തെ ബെൽജിയം ഉൾപ്പെടുന്ന മേഖലയിൽ നിന്നു വന്ന ഇവർ ഫ്ലെമിഷ് ഭാഷയാണ് സംസാരിച്ചിരുന്നത്. ഇവരിൽപ്പെട്ട ഏതോ കുടുംബത്തിലേതാണ് കുട്ടികൾ എന്നതാണ് ഏറ്റവും ശക്തമായ വാദം. ഈ കുട്ടികളിൽ ചെറിയ കുട്ടി അസുഖം കാരണം മരണപ്പെട്ടിരുന്നു.